അന്ന് പതിവിലും നേരത്തെ തന്നെ വിശ്വജിത്ത് കോളേജിലേക്ക് ഇറങ്ങി. ഹോസ്റ്റലിൻ്റെ അവിടെ അവരെ കാത്തുനിൽക്കാൻ അവന് തോന്നിയില്ല. കോളേജിൻ്റെ ഗാർഡന് മുന്നിലായി നിന്നു വിശ്വജിത്ത്. വരുന്നവർ എല്ലാം അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏരിയയിലേക്ക് പോകുന്നതുകൊണ്ട് കോളേജിൻ്റെ ഫ്രണ്ടിൽ അധികം കുട്ടികളില്ല. ഗേറ്റിലേക്ക് മാത്രം നോട്ടം ഒതുക്കി നിന്നു അവൻ. 10 മിനിറ്റ് കടന്നു പോകേണ്ടി വന്നു നിളയും സേതിയും ഗേറ്റ് കടന്നു വരാൻ. സേതിയോട് സംസാരിച്ചു കൊണ്ടാണ് നിള നടന്നു വരുന്നത്. പതിവ് പോലെ തന്നെ ഷോൾഡർ മുട്ടാൻ മടിക്കുന്ന മുടികളെ അവൾ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുകയാണ്. ഒരു കൈ യൂണിഫോം പാൻറ്റിൻ്റെ പോക്കറ്റിലുണ്ട്. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈവച്ചുള്ള അവളുടെ നടത്തം മുമ്പും അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സംസാരത്തിനിടെ നിളയുടെ നോട്ടം തിരിഞ്ഞ് തന്നിലേക്ക് വരുന്നതും കാത്തു നിൽക്കാണ് വിശ്വജിത്ത്. പ്രതീക്ഷിച്ച പോലെ തന്നെ നിളയുടെ നോട്ടം അവനിലേക്ക് ചെന്നു. പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു പോയവൾ. സാധാരണ നിള ഇടിച്ചു കയറി അങ്ങോട്ട് സംസാരിച്ച് ചെല്ലേണ്ടതാണ്. പക്ഷേ അവളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ അവൻ്റെ നോട്ടം അവളെ ഒന്ന് പതറിപ്പിച്ചു. അവളുടെ സംസാരം നിന്നു. ഇടവേളകൾ ഇല്ലാതൊരു സംസാരം പെട്ടെന്ന് നിലച്ചപ്പോൾ മാത്രമാണ് സേതി നിളയെയും അവളുടെ നോട്ടത്തെയും പിന്തുടർന്നത്. എന്തേ, കറണ്ട് അടിച്ചോ? സേതി ചിരിയൊതുക്കി. കറണ്ടോ? ആ, റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ അലക്കലല്ലേ. ഇപ്പോൾ ഇത് ജിത്തേട്ടനെ കണ്ട സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് വീണേ. ഈ പ്രണയിക്കുന്നവരെ കാണുമ്പോൾ മഞ്ഞ് വീഴുമെന്നോ കറണ്ടടിക്കും പോലെയാണെന്നോ മറ്റോ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതുമാണോ? സേതിയെ നോക്കിയൊന്ന് കണ്ണുവിട്ടാനുള്ള നേരം കിട്ടും മുന്നേ വിശ്വജിത്ത് അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. നേരം വൈകിയോ രണ്ടാളും? ഇത്തിരി വൈകി, സേതിയാണ് മറുപടി നൽകിയത്. വാ. വിശ്വജിത്ത് പയ്യെ നടന്നു. ഒപ്പം തന്നെ അവരും. നിലയുടെ മൗനവും ഇതുവരെ ഇല്ലാത്ത ഭാവമാറ്റവും അവൻ ശരിക്കും നോക്കി കാണുകയായിരുന്നു. അവളിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ച് അവൻ ചോദിച്ചതിനെല്ലാം സേതിക്ക് മറുപടി നൽകേണ്ടി വന്നു. നില ആകെ ഒരു മന്ദതിൽ എന്ന പോലെയായിരുന്നു. എന്നാൽ നിങ്ങൾ ചെല്ല്. IT ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയപ്പോൾ അവരെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മി അവനെ യാത്ര പറഞ്ഞു. സേതി അവനോട് തലയാട്ടിട്ട് നിലയെ നോക്കി. ഇതിന് മാത്രം ഇവൾക്ക് എന്ത് പറ്റിയെന്നാണ് സേതി ആലോചിച്ചത്. അതേ സാറേ. വിശ്വജിത്ത് തിരുനാളം തുടങ്ങിയപ്പോൾ നില ഉറക്കെ വിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് ഓടിച്ചെന്നു. അതേ, എനിക്കിത്തിരി സമയം താന്നേ. അവിടെ വർഷങ്ങളുടെ കണക്കുണ്ടെന്നറിയാം. ഞാൻ ഒന്ന് ട്രാക്കിലേക്ക് എത്തട്ടെ, എന്നിട്ട് മതി ഈ ഒരു നോട്ടം. ഇതെന്നെ ഇത്തിരി നെർവസ് ആക്കുന്നുണ്ട്. അവളുടെ തുറന്നു പറച്ചിൽ അവനൊന്ന് അതിശയിച്ചു. സത്യത്തിൽ അവളെ കണ്ടപ്പോൾ അടക്കാൻ പറ്റാതെ നോക്കി നിന്ന് പോയതാ. പക്ഷെ അവളുടെ പതർച്ച കണ്ട് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെയും പിന്നെയും നോക്കിയത്. കണ്ണെടുക്കാൻ പറ്റാത്ത വിധം വീണ്ടും അവളിലേക്ക് ആകർഷിച്ചു പോവാണ്. ഇത്രയും നാൾ അടക്കി വെച്ച പ്രണയം നിയന്ത്രണങ്ങൾ വിടാൻ കൊതിക്കുന്നു. എനിക്ക് കൂടി ആസ്വദിക്കാൻ പറ്റും വിധം ഞാൻ ഒന്ന് എത്തട്ടെ. അതിശയിച്ച് നോക്കുന്നവനോട് കണ്ണ് ചിമ്മിക്കാട്ടി ചിരിച്ച് അവൾ തിരിഞ്ഞു നടന്നു. ഹോ, ഇപ്പോഴാണ് ശരിയായത്. ഞാൻ കരുതി നിൻ്റെ റിലേ അടിച്ചു പോയി നീ വേറെ ആരോ ആയതുപോലെ. അധികം വൈകാതെ അടിച്ചു പോകുന്ന സംശയമുണ്ട് മോളെ. ആള് ഞാൻ വിചാരിച്ചത് മേലെയാണ്. പിടിച്ചു നിന്നിലെ മാനം പോകുന്ന തോന്നണേ. ഒറ്റ ദിവസത്തിൽ നടുനെല്ലി വീണുല്ലേ. വീഴാതിരിക്കോ? അമ്മാതിരി പാസ്സൂറിക്കല്ലേ പുള്ളിയുടെ കയ്യിൽ. പക്ഷെ എനിക്ക് പഴയ ഓർമ്മകൾ എവിടെയും ഈ മുഖം വ്യക്തമില്ല എന്ന് മാത്രം. സേതിക്ക് സന്തോഷമായി അവളുടെ വാക്കുകളിൽ. കോളേജ് കഴിഞ്ഞു ചായക്കടയിലോ അതല്ലെങ്കിൽ വൈകിട്ട് തെങ്ങിൻതോപ്പിലേക്ക് ഒരു നടത്തമൊക്കെയായി ഇരുവർക്കും സംസാരിക്കാനും പരസ്പരം അറിയാനുമൊക്കെ സമയം ഒരുപാട് കിട്ടി. അടുത്ത വീക്കെൻഡിൽ വീട്ടിൽ പോയ നിലയ്ക്ക് ജിതിനോട് പറയാൻ വിശ്വജിത്തിനെക്കുറിച്ച് ഏറെയായിരുന്നു. തിരിച്ചു അവളെ കോളേജിൽ വിടാൻ വന്ന ജിതിൻ വിശ്വജിത്തിനെ കണ്ടു പരിചയപ്പെട്ടു. വളരെ കുറച്ചു നേരം കൊണ്ട് തന്നെ ജിതിനോട് അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ അവനായി. നിലയുടെ ഫ്രണ്ട് സർക്കിൾ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര ഒതുക്കാൻ നോക്കിയിട്ടും നിലയും വിശ്വജിത്തും തമ്മിലുള്ള പ്രണയം കോളേജിൽ എല്ലാവരിലേക്കും എത്താൻ അധികം താമസം വന്നില്ല. കോളേജിലായാലും പുറത്തായാലും അവരുടെ പെരുമാറ്റം മാന്യമായതുകൊണ്ട് ആർക്കിടയിലും അവരുടെ റിലേഷൻ ഒരു പ്രശ്നമായില്ല. എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും നിലയെ കുശുമ്പോടെയും അസൂയയോടെയും നോക്കുന്ന കണ്ണുകൾ കുറവായിരുന്നില്ല. പഠനത്തിൽ നില ഉഴപ്പുന്നത് മാത്രം വിശ്വജിത്ത് സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു. അന്നേരം മാത്രം രണ്ടുപേരും ഉടക്കും. അവളുടെ താളത്തിൽ നിൽക്കാൻ ജിതിൻ ഉള്ളതുകൊണ്ട് അതൊന്നും വിലപ്പോവാറില്ല. നില കോളേജിൽ നിന്ന് പോകുന്നതിന് ശേഷവും ആഴ്ചയിൽ 2-3 വട്ടം കാണാനുള്ള അവസരം അവരുണ്ടാക്കിയെടുത്തു. മിക്കപ്പോഴും വൈകിട്ട് പാടത്തെ റോഡിലോ വിശ്വജിത്ത് താമസിക്കുന്ന വീട്ടിലൊക്കെയാവും മീറ്റിംഗ് പ്ലേസ്. ജിതിനും കാണും കൂടെ, ഇടയ്ക്ക് നീലിമയും. അവൻ താമസിക്കുന്നിടത്തെ ബാക്കി സാറുമാരുമായി ജിതിനും നിലയും കമ്പനിയായി. ഈ സമയം കൊണ്ട് വൃന്ദയോടും നല്ലൊരു അടുപ്പമുണ്ടാക്കിയെടുക്കാൻ നിലയ്ക്കായി. വിശ്വജിത്തിൻ്റെയും നിലയുടെയും പ്രണയം കാണുന്നവരെ കൊതിപ്പിക്കും വിധമാണ്. അവർക്കിടയിൽ ഒളികളോ മറകളോ ഇല്ല. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിയന്ത്രണങ്ങൾ വയ്ക്കാതെ എങ്ങനെയാണോ രണ്ടുപേരും അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ അവർക്ക് പരസ്പരം കഴിഞ്ഞു. എല്ലാം കൊണ്ടും സന്തോഷത്തോടെ ദിവസങ്ങൾ കടന്നുപോയി. വിശ്വജിത്ത് വീട്ടിലായിരുന്ന ഒരു ഞായറാഴ്ച
സേതിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് അമ്മ പറയുമ്പോൾ അവന് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോക്കുള്ളതാണ്. പക്ഷേ അവിടെ ചെന്ന നേരമാണ് വനജ സേതിയെ വിശ്വത്തിനായി നൽകാമോ എന്ന ആഗ്രഹം പറയുന്നത്. വിശ്വത്ത് ഒന്ന് അമ്പരന്നു. അവനോട് ചോദിക്കാതെ അമ്മ ഇങ്ങനെയൊരു ആഗ്രഹം പറയുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. സേതിയിൽ ഒരു നടുക്കമാണ് അപ്പച്ചിയുടെ വാക്കുകൾ നൽകിയത്. കേട്ട കാര്യത്തിൽ ശ്വേതയ്ക്ക് 100 വട്ടം സമ്മതം. പക്ഷേ ജാതകപ്പൊരുത്തം നോക്കണമെന്നൊരു കാര്യം മാത്രം ശ്വേത മുന്നോട്ട് വെച്ചു. തൻ്റെ പോലൊരു വിധി മോൾക്ക് വരരുതെന്ന ചിന്തയാണ്. ബന്ധങ്ങളിൽ വിള്ളൽ വരുത്തി പെട്ടെന്നൊരു എതിർപ്പ് പറയാനാവാതെ വിശ്വത്ത് ശ്വാസം മുട്ടി. ആർക്കും ഒരു വിഷമവും വരാത്ത രീതിയിൽ ഇതിന് പരിഹാരം കണ്ടോളാം എന്ന് സേതിക്കൊരു ഉറപ്പ് കൊടുത്താണ് അവൻ പോന്നത്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും മുമ്പേ അവന് പ്രജിനെ കാണണമായിരുന്നു. കാരണം വിശ്വത്തിൻ്റെയും നിലയുടെയും പ്രണയം അറിഞ്ഞ ദിവസം കണ്ണു നിറച്ച് സന്തോഷം അടക്കി നിന്ന പ്രജിനെ അവൻ മറന്നിരുന്നില്ല. പിന്നെ ശ്വേതാൻ്റി സമ്മതിക്കുമോ എന്ന ഉറപ്പില്ലാത്തതിനാൽ അവന് പ്രതീക്ഷ നൽകി കൂടെ നിൽക്കാനായില്ല വിശ്വത്തിന്. അച്ഛനെയും അമ്മയെയും വീട്ടിൽ വിട്ട് അവൻ നേരെ പോയത് പ്രജിനെ കാണാനാണ്. സേതിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? ഇപ്പോഴും ആ ഇഷ്ടമുണ്ടോ? തന്നാൽ മതി, ഞാൻ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. വിശ്വത്തിൻ്റെ ചോദ്യത്തിന് അവൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചു തിരിച്ച് അപേക്ഷിക്കുകയാണ് പ്രജിൻ ചെയ്തത്. അവനോട് സംസാരിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് വിശ്വത്തെ സേതിയെ വിളിച്ചത്. അവൾക്ക് സമ്മതം പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സേതിയുടെ മുന്നിൽ അപ്പോൾ വിശ്വത്തുമായുള്ള വിവാഹകാര്യം മുന്നോട്ട് നീങ്ങാതിരിക്കാൻ എന്തിനും സമ്മതമെന്ന രീതിയായിരുന്നു. എന്തേലും പറഞ്ഞു അച്ഛൻ വീട്ടുകാരോട്, പ്രത്യേകിച്ച് അപ്പച്ചിയോട് അകലം വരാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ദൈവം കൂടെ നിന്നതോ എന്തോ ജാതകം ചേർന്നില്ല. ശ്വേതയ്ക്കത് വല്ലാത്ത സങ്കടമായി. അന്നേരം തന്നെയാണ് വിശ്വത്ത് പ്രജിൻ്റെ കാര്യം അവതരിപ്പിക്കുന്നത്. അവന് സേതിയെ കണ്ട് ഇഷ്ടമായിട്ടുണ്ട്, കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് തിരക്കി എന്ന രീതിയിൽ വിശ്വത്ത് കാര്യം അവതരിപ്പിച്ചു. പറഞ്ഞു കേട്ട് വന്നപ്പോൾ ഒന്ന് നോക്കിക്കൊള്ളാമെന്നായി ശരത്തിൻ്റെ അഭിപ്രായം. പിന്നെ കാര്യങ്ങൾ പെട്ടെന്നായി. പിറ്റേന്ന് തന്നെ പെണ്ണ് കാണലും പൊരുത്തം നോക്കലും ഒക്കെ കഴിഞ്ഞു. പ്രജിനൊരു അനിയനും അനിയത്തിയുമാണ്. അനിയൻ പുറത്തൊരു ജോലി ശരിയായി അടുത്ത ആഴ്ച പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുന്നേ നിശ്ചയം നടത്താൻ പറ്റുമോ എന്ന് പ്രജിൻ്റെ അച്ചമ്മ ചോദിച്ചപ്പോൾ ആർക്കും എതിർപ്പില്ല. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു നിശ്ചയത്തിനുള്ള തീരുമാനവുമായി. അങ്ങനെ 2 ദിവസം കൊണ്ട് നിശ്ചയം വരെ കാര്യങ്ങൾ എത്തി നിന്നു. വിശ്വത്ത് ഒന്ന് ഫ്രീ ആയതും ഇന്നലെ മുതൽ യാതൊരു വിവരമില്ലാത്ത നിലയെ വിളിക്കാനായി നോക്കി. പിന്നെയും സ്വിച്ച്ഡ് ഓഫ് പറഞ്ഞു കട്ടാവുന്ന ഫോണിൽ നോക്കി. എന്തെന്നറിയാതെ നിന്ന നേരം തന്നെയാണ് ജിതിൻ വിശ്വത്തിനെ കാണാൻ വരുന്നത്. ആകെ തളർന്നു ക്ഷീണിച്ച ജിതിൻ്റെ കോലം തന്നെ അവനെ പേടിപ്പിച്ചു. പിന്നീട് ജിതിൽ നിന്ന് അറിഞ്ഞ വാർത്തയിൽ ഒന്നും പറയാനാവാതെ തലയിൽ കൈവച്ചിരുന്നു പോയി വിശ്വത്ത്. നിളയെ നന്നായി അറിയാവുന്നത് കൊണ്ട് അവൾ ഓടി ഒളിച്ചതിൽ അവന് അത്ഭുതമൊന്നും തോന്നിയില്ല. എന്നെ മറന്നു, അതുമാത്രമാണ് അവൻ പിന്നെയും ആലോചിച്ചത്. ജിതിനൊപ്പം അവളെ തേടി ഓടുക തന്നെയായിരുന്നു വിശ്വത്തും. ഇതിനിടയിൽ ആളും ബഹളവും ഇല്ലാതെ സേതിയുടെയും പ്രജിനെയും നിശ്ചയം കടന്നുപോയി. വിശ്വത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനാവാതെ അമ്പരന്ന് ഇരിക്കുകയാണ് ആശ. പിന്നീട് ഒരു വിവരം അറിഞ്ഞില്ലേ ചേച്ചിയെക്കുറിച്ച്? എവിടെയാ എന്നൊന്നും. പാടത്തേക്ക് കണ്ണുനട്ട് ക്ഷീണിതനായി ഇരിക്കുന്ന വിശ്വത്തിനോട് എന്ത് പറയണം എന്നറിയുന്നുണ്ടായിരുന്നില്ല ആശയ്ക്ക്. ദുബായിലുണ്ട് ഇപ്പോൾ. കുറച്ചു നേരത്തിന് ശേഷം അത്രയാണ് അവൻ പറഞ്ഞത്. കോണ്ടാക്ട് ചെയ്ത് നോക്കിയില്ലേ ചേച്ചിയെ? അവളായി പോയതല്ലേ, അവളായി തന്നെ വരട്ടെ. ആദ്യമായി വിശ്വത്തിൽ വാശി നിറഞ്ഞു. നോവിൽ നിന്നും പരിഭവത്തിൽ നിന്നും തിരിഞ്ഞു വന്ന വാശി. ഇരുട്ടാവും മുന്നേ ഹോസ്റ്റലിൽ കയറാൻ നോക്ക്. പിന്നീടൊരു സംസാരത്തിൽ നിൽക്കാതെ വിശ്വത്ത് എഴുന്നേറ്റ് ബൈക്കെടുത്ത് പോകുമ്പോൾ ആശ ആ ഇരിപ്പ് തുടർന്നു. അവൾ അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് നിലയെയും ജിതിനെയും കുറിച്ചാണ്. തുടരും സ്നേഹത്തോടെ, അഭിനവി.